അസ്മ ഇവിടെ ഈ ഗേറ്റിന്റെ അവിടെ വരെ എത്തുമ്പോൾ ധൈര്യം ഇത് ഗേറ്റ് പാസ് ചെയ്യുമ്പോൾ ധൈര്യം പതുക്കെ ചോർന്നു പോകണം. പതുക്കെ ഇങ്ങനെ ചോർന്നു പോകും. അങ്ങനെ ഞാനൊന്ന് പൊക്കി പറഞ്ഞാണ്. നച്ചു ഇപ്പൊ കുറച്ചിങ്ങനെ എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങളത് ഒന്നുമില്ലടാ. പ്രേമലൂല് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. നമ്മൾ ഭയങ്കര ബോണ്ടായിരുന്നു എല്ലാവരും തമ്മിൽ. ഇരുന്ന് കളിയാക്കുമായിരിക്കും രംഗണനെ, പക്ഷെ ഒരു പരിധി വിട്ട് ഒരിക്കലും കളിയാക്കില്ല. നമ്മൾ അഭിനയിച്ച് തുടങ്ങിയിട്ടുണ്ടാവില്ല അപ്പത്തേക്ക് നാടകം വേണ്ട കേട്ടോ. ആ സാധനം കേൾക്കുമ്പോ ഉണ്ടല്ലോ നമുക്ക് ഓ ഇത് നസ്രിയ നാസിം വലിയ നടിയാണ് സീനിയർ അങ്ങനെയൊന്നും തോന്നത്തേ ഇല്ല. സ്ത്രീകൾക്ക് ഒരുപാട് പഠിപ്പുള്ളതും നമ്മളൊന്നും മാറ്റി നിർത്താനുള്ള കാരണമായിട്ട് ചില നല്ല ചോദ്യം. ലൈക് ലുക്ക് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഹായ്, സൂക്ഷ്മദർശിനിയിലെ 2 പ്രധാനപ്പെട്ട സൂക്ഷ്മദർശിനികളാണ് ഇന്ന് റിപ്പോർട്ടറിനൊപ്പം ഉള്ളത്. പൂജയും അഖിലയുമാണ് ഉള്ളത്. സ്വാഗതം. താങ്ക് യു. അപ്പോൾ ഈ പടത്തിൽ ഭയങ്കര രസകരമായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ അതിലൊരു രസമുള്ള ഒരു ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് കാണിക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിലുള്ളവരാ. ആകെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് നടത്തുന്ന ആൻറ്റി മാത്രമാണ് ഒരു വ്യത്യാസം തോന്നുക. ബാക്കിയുള്ളവരുണ്ട്. ഒരാൾ പഠിക്കുന്ന ആളാണ്, മറ്റേ ഫാമിലിയും കുട്ടിയൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം സീൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിയൽ ലൈഫിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഗേൾ ഗാങ്ങും നമ്മൾക്ക് സപ്പോർട്ട് സിസ്റ്റം ആയിട്ടുള്ളവരൊക്കെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ ചെറിയ വാചകങ്ങളിലോ അല്ലെങ്കിൽ ഇടുന്ന ഒരു എക്സ്പ്രഷൻസിലോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഈ സീൻ മേക്കിങ്ങിൽ? പക്ക സ്ക്രിപ്റ്റ് കാണുന്ന സമയത്ത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതിനുള്ള ഫ്രീഡം നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സീൻസ് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മുടെ റൈറ്റേഴ്സ് ലിബിൻ ചേട്ടൻ, അതുലേട്ടൻ, MC അങ്ങനെ എല്ലാവരും, ആ സമീർക്ക, അസോസിയേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാവർക്കും അത് അവരുടെ ഇടയിൽ നല്ലൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ അത് ചെയ്തോട്ടെ എന്ന് വെച്ചാൽ അവർ ഓക്കെ അത് ചെയ്തോളൂ എന്ന് പറയും. ഇനിയിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ പറയാം എന്തെങ്കിലും ഇടൂ, കയ്യിൽ നിന്ന് ഇടൂ, നോക്കാം നമുക്ക്, അങ്ങനെ പറയായിരുന്നു. ഇപ്പം നമ്മൾ ഇന്റർവ്യൂസിൽ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ആ സെറ്റിൽ നിങ്ങൾ സിനിമയിൽ നിങ്ങൾ പോർട്രേ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ അകത്തും ഇപ്പം നസ്രിയയുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ബബ്ലിനെസ് അല്ലെങ്കിലും ഒരു ഇതിനകത്ത് കുറച്ചും കൂടെ ഒരു ഭയങ്കര ബുദ്ധിയുള്ള ഒരാളാണ്. ബബ്ലിനെസ്സിനൊക്കെ കൂടുതലായിട്ട് നമ്മൾ കണ്ടതെന്ന് മാറിയിട്ട്. അപ്പം ഇതിനകത്ത് ഇപ്പം നമ്മൾ ഇന്റർവ്യൂസ് മുമ്പ് നിങ്ങൾ പ്രൊമോഷനിൽ തരുന്ന സമയത്തും അവിടെ ഒരു ഭയങ്കര ബോണ്ടിങ് ഫീൽ ചെയ്യുമായിരുന്നു. ലൈക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഭയങ്കര ഹയറാർക്കിക്കൽ സാധനം അങ്ങനത്തെ ഒന്നും വർക്ക്ഔട്ട് ചെയ്യാത്ത ഫീലായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പം ആ സിനിമയ്ക്കും അത് അത്തരം നമ്മളെ സഹതാരങ്ങൾ തമ്മിലും എല്ലാവരും തമ്മിലുണ്ടാകുന്ന ഒരു ബോണ്ടിങ് വർക്ക്ഔട്ട് ആവുമല്ലോ. അപ്പം അങ്ങനെ തന്നെയായിരുന്നു. ലൈക്ക് സിനിമയിൽ കാണുന്നതിന്റെ പോലെ തന്നെ നിങ്ങളുടെ സെറ്റിലും ആ ഒരു എന്താ പറയാ ലൈക്ക് ഒരു ഫീൽ ഗുഡ് അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും സ്റ്റെപ്സ് ഉണ്ടായിരുന്നു? അതോ ലൈക്ക് നാച്ചുറലി ഹാപ്പൻസ് അങ്ങനെയായിരുന്നു? നമ്മള് അങ്ങനെ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടൊന്നുമില്ല. ചില സമയത്ത് ഇപ്പൊ നച്ചുവിന്റെ കാര്യം, നച്ചു നല്ല ബുദ്ധിയുള്ള ഞാൻ പറയുകയാണെങ്കിൽ നസ്രിയെ നമ്മള് പുറത്ത് കാണുമ്പോ ഭയങ്കര ബബ്ലി മറ്റാണ്. സിനിമയെ കുറിച്ചാണെങ്കിലും മീൻസ് നമ്മുടെ സിനിമ എന്നല്ല ജനറലി ഒരു മീഡിയം ത്തെ കുറിച്ചാണെങ്കിലും ഒക്കെ ഉള്ള പുള്ളിക്കാരുടെ ധാരണ നമുക്ക് ഒത്തിരി എനിക്ക് തോന്നിയിട്ടുണ്ടാവും കുറെ പഠിക്കാനുണ്ട്. ലൈക് ബിക്കോസ് ഓഫ് യേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. അഭിനയിക്കുന്നില്ലെങ്കിലും പുള്ളിക്കാരി ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള ആളാണല്ലോ. പ്രൊഡക്ഷൻ വൈസ് ആണെങ്കിൽ അപ്പൊ പുള്ളിക്കാരിയുടെ ഓരോ ഇൻപുട്സും ആ രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് സിനിമയെ മനസ്സിലാക്കാൻ തന്നെ കുറേയും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന കോൺവെർസേഷൻസ് ഒക്കെയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതേപോലെ നമ്മൾ ഒരിക്കലും അങ്ങനെ എഫേർട്ട് ഇട്ടിട്ടില്ല. കണക്ട് ആയ എന്തെങ്കിലും കോമൺ പോയിന്റ് ഉണ്ടായിരുന്നു? ഇപ്പൊ ചില കാര്യങ്ങളിൽ ഉണ്ടാവുമല്ലോ നമുക്ക് കണക്ട് ആവുന്ന. ഇപ്പോ നമ്മൾ പറയുന്നത് ചിലപ്പോ കോമഡികളായിരിക്കും അല്ലെങ്കിൽ സിനിമയെ പറ്റിയുള്ള സംസാരം തന്നെയാണ് മെയിൻ. ഇതിപ്പോ നച്ചിപ്പോ കുറച്ചിങ്ങനെ എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങളത് അതേപോലെ ഞങ്ങള് സംസാരിക്കും. അതേ കയറി വരുമ്പോ എന്ന് പറഞ്ഞ ഇങ്ങനെ ആ ഒരു എനർജിയിൽ വരുമ്പോ തന്നെ നമുക്ക് പിന്നെ ഓ ഇത് നസ്രിയ നാസിം വലിയ നടിയാണ് സീനിയർ അങ്ങനെയൊന്നും തോന്നത്തേ ഇല്ല. പുള്ളിക്കാരി വളരെ ഇപ്പം ഫ്രണ്ട്ലി ആയിട്ട് ആണ് നമ്മുടെ അടുത്ത്. ഫ്രണ്ട്ലി എന്നല്ല നമ്മൾ അങ്ങനെ ചിന്തിക്കാനുള്ള സ്പേസ് പോലും ഉണ്ടായിട്ടില്ല.
ഇപ്പം ഇതിനകത്ത് നമ്മൾ സിനിമയിൽ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ സീനും മൊത്തത്തിൽ ഏറ്റവും രസമായിട്ട് വർക്ക് ആയിട്ടുണ്ടാവുക നിങ്ങൾ രണ്ടുപേരും വന്ന് മറ്റേ സിദ്ധാർത്ഥ സീൻ ഉണ്ടല്ലോ, അത് ഭയങ്കര നമുക്ക് വെച്ചാൽ അതിനകത്തൊരു സ്പോയിലർ ആവുകയാണെങ്കിൽ കഴിഞ്ഞിട്ട് കണ്ടാൽ മതി, നമുക്കതങ്ങനെ വരാം. അതിനകത്തൊരു ടെൻഷൻ പോയിന്റ് ഉണ്ട്, അതിനകത്തുള്ള ഒരു എലമെന്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് ആ കഥാപാത്രങ്ങൾ അതിനെ മാനേജ് ചെയ്യുന്നത്. കാരണം രണ്ടുപേരും ഭയങ്കര പ്ലാൻഡ് ആയിട്ടല്ലല്ലോ ആ സ്പേസിലേക്ക് എത്തുന്നത്. അവർക്ക് എന്തെങ്കിലും ഉണ്ടായാൽ ഞങ്ങൾ ഇങ്ങനെ ആ മൊമെന്റിലാണ് അവർ ആ സാധനം ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പൊ നമുക്കാണെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ അത് സിനിമയിൽ കാണുമ്പോൾ തരുന്നൊരു എന്താ പറയാ, നമുക്ക് ഇരുന്നൊരു എക്സ്പീരിയൻസ് ഭയങ്കര രസമായിരുന്നു. നമുക്ക് ആ ഒരു ടെൻഷനും ഫീൽ ചെയ്യും, എന്നാൽ നമുക്ക് ചിരിക്കാനും തോന്നും. ആ സാധനം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളിത് സ്ക്രിപ്റ്റിൽ വായിക്കുമ്പോഴും നിങ്ങളിത് ചെയ്യുമ്പോഴും പിന്നെ ഇത് ഫൈനലി നമ്മൾ എഡിറ്റൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് സ്ക്രീനിൽ കാണുകയും ചെയ്യുമല്ലോ, ആ 3 പ്രോസസ്സും ഈ സീനിന്റെ അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇത് നൈസായിട്ട് വർക്ക്ഔട്ട് ആവുന്ന സീനായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ തോന്നിയായിരുന്നോ? നമ്മള് കുറെ ചിരിച്ചായിരുന്നു വായിക്കുമ്പോ വായിച്ചിട്ട്, പിന്നെ കുറെ ചിരിച്ചു. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിച്ചൊരു സീനാണിത്. കാരണം നന്നായിട്ട് ചെയ്യാറുണ്ട് ആ സീനിൽ. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനെ പറ്റിയിട്ട് ഏത് സീൻ ചെയ്യുമ്പോഴും ആ സീൻ മൈൻഡ് ചെയ്യാതെ ഈ സീനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കും. പിന്നെ നമ്മളായാലും സെറ്റിൽ ഇടയ്ക്ക് ഇപ്പം പൂജിച്ച് ഹായ് സുലു നീ എന്താ ഇവിടെ ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കും, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണ്ടിരിക്കും. പിന്നെ സ്ക്രിപ്റ്റിലുള്ള പോലെയല്ല ഇപ്പൊ സീൻ ഉള്ളത്, ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എന്താ പറയാ, ഇതന്നെ ഈ നെർവസ്നെസ്സും അതേ സമയത്ത് നമ്മളും മണ്ടികൾ മീൻസ് എന്തോ ഒരു വിശ്വാസം, എന്നാലും ഭയങ്കര ധൈര്യം. ഇതിന്റെ ഒരു ഇതെന്താ ഇങ്ങനെ എന്ന് നമുക്ക് തന്നെ അങ്ങനെ തോന്നുന്ന ഒരു രസം, അതിന്റെ ഒരു രസം ഉണ്ടല്ലോ. ഞാൻ ഇവിടെ എക്സ്പെക്ട് ചെയ്യണ്ടായിരുന്നില്ല. ഞാൻ വെക്കുന്ന സുലു എന്തെങ്കിലും വേറെ ആൻസർ പറയുന്നതാണോ അവിടെ, ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് എത്തിന്നോ അല്ലെങ്കിൽ എന്തോന്ന് പറയുന്നു. പക്ഷെ സുലു പറയുന്നത് ഞാനിങ്ങനെ സീനോട് പാലിച്ചു. പക്ഷെ ഇപ്പൊ സ്ക്രിപ്റ്റില് വേറെ എന്തെങ്കിലും സ്ക്രിപ്റ്റിൽ ഇങ്ങനെ തന്നെയാണല്ലോ പറയാ. അത് ഞാനെന്താ ഇവിടെ ഇപ്പൊ നമ്മളും അത് വായിക്കുമ്പോ സുലു എന്തെങ്കിലും മേക്കപ്പ് ചെയ്തൊരു കുക്കപ്പ് സ്റ്റോറി അവിടെ പറയാം. പക്ഷെ അതൊന്നുമല്ല, ഇത് പറയുന്നു. ഇത് എന്താ വെച്ചാ അവർക്ക് അത്രേ ധാരണയുള്ളൂ. പക്ഷെ ഇവര് എന്തോ ഒരു ഗട്ട് ഇൻസ്റ്റിങ്ക്റ്റിലാണ് ചേച്ചിയുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്തില് ഇറങ്ങി പോണെങ്കിൽ പ്രിയയുടെ കൂടെ അവസാനം അതല്ല, ഇവൻ നമ്മളും വിചാരിക്കുന്ന ഇവര് പോകുന്നു എന്നാ ശരി നമ്മളും ഒരു എനിക്ക് ഭയങ്കര ഒരു ഇതിനകത്ത് കുറെ സട്ടൽ മൊമെന്റ്സ് ഉണ്ട്. എനിക്ക് ഏറ്റവും രസമായിട്ട് ആ സട്ടൽ മൊമെന്റ്സ് വന്നിട്ടുള്ളത് നിങ്ങളുടെ രണ്ടുപേരുടെയും കുറെ സീനുകളിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് വെച്ചാൽ പിന്നീട് റീതിങ്ക് ചെയ്യുമ്പം അസ്മയും സുലും കൂടെ അങ്ങ് വരുമല്ലോ, അതായത് സുലും കൂടെ അസ്മയും കൂടെ നടക്കുമല്ലോ. അത് സമീർക്കയുടെ പ്ലാനാണ്. സമീർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയാണ്. അതായത് അസ്മ ഇങ്ങനെ അസ്മ ഇവിടെ ഈ ഗേറ്റിന്റെ അവിടെ വരെ എത്തുമ്പോൾ ധൈര്യം ഇത് ഗേറ്റ് പാസ് ചെയ്യുമ്പോൾ ധൈര്യം പതുക്കെ ചോർന്നു പോകണം, പതുക്കെ ഇങ്ങനെ ചോർന്നു പോകും. അങ്ങനെയൊക്കെ ഇവൻ ഈ മാനുവലിക്ക ഒക്കെ സമീർക്കയുടെ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ അതും എന്താ വെച്ചാൽ ഈ സീൻ വായിക്കുമ്പോ ഇവര് വരുന്നു പോകുന്നില്ല, ഇത് എങ്ങനെ വരുന്നു എങ്ങനെ പോകുന്നു എന്നുള്ള എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഈ നടത്തുമൊക്കെ ആ സീൻ എടുക്കുന്നതിന്റെ മൊമെന്റിൽ ഇതിങ്ങനെ ചെയ്യാം, മറ്റേ സുലു എണീക്കുന്നു, എയർപോർട്ട്സ് വെക്കുന്നു, എന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു എന്നൊക്കെ ഉള്ളത് ഈ മേക്കിങ്ങില് പിന്നീട് വന്ന സാധനമാണ്. ഈ പിക്ക് എടുക്കണം മറക്കരുത്, അതും ഷൂട്ടില് ഇട്ടതാണ്. പിക്ക് എടുക്കാൻ മറക്കരുത് എന്നും തോന്നിയോ? അല്ല, രണ്ടാമത്തെ പിക്ക് എടുക്കാൻ ഞാനത് പൊക്കി പറഞ്ഞു. അതെനിക്ക് ഓർമ്മയില്ല, സത്യമായിട്ട് ഓർമ്മയില്ല. ചിലപ്പോ ഈ ജിതിൻ നമ്മളോട് തന്നെ ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നു എല്ലാ ക്യാരക്ടേഴ്സിനും ആക്ച്വലി സിനിമയിൽ കാണേണ്ട അപ്പുറത്തേക്ക് കറക്റ്റ് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇപ്പൊ ചിദംബരമൊക്കെ ഈ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജാനേമന്നിലെ അഭിരാമിന്റെ ക്യാരക്ടറിനെ ആക്ച്വലി അയാൾ പാലക്കാട് നിന്നുള്ള ഒരാളാണ്. ആൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കുറേ കാലം ട്രൈ ചെയ്ത് പിന്നെ ഒന്നും വർക്കൗട്ട് ചെയ്യേണ്ട സ്ഥലത്താണ് അയാൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇയാൾ എല്ലാ വർക്കും പിടിക്കുന്നത്, മരണവും ബർത്തിലും ഒന്നിച്ച് പിടിച്ച് ചെയ്യാൻ. അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ബാക്ക് സ്റ്റോറി ഉള്ളപ്പോഴാണ് ക്യാരക്ടേഴ്സ് ഭയങ്കര ബിലീവബിൾ ആണെന്ന് പല ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ സുലുവിനും അസ്മയ്ക്ക് അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറീസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. നിങ്ങളോട് അങ്ങനെ
ഒരു സംഭവം പറഞ്ഞായിരുന്നു. ലൈക്ക് ഇപ്പൊ നമുക്ക് സിനിമയിൽ ഇച്ചിരി ആണല്ലോ കാണുന്നത്. അപ്പം ലൈക്ക് ബട്ട് ആക്ച്വലി ഈ ക്യാരക്ടേഴ്സ് എന്താണ്, അവരുടെ ഒരു പശ്ചാത്തലം എന്താണ്, അങ്ങനെ സുലുവിനെ അസ്മാനെയും പറ്റിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു ബ്രീഫ് എന്തായിരുന്നു ഈ ക്യാരക്ടേഴ്സിനെ പറ്റി? ബാക്ക് സ്റ്റോറി അല്ല, അതായത് ഇതിന്ന് കട്ട് ചെയ്ത കുറച്ച് സീൻസ് ഉണ്ട്. അതായത് ഇവര് ഭയങ്കര ഫ്രണ്ട്സ് ആണ്, ഈ ചുറ്റുവട്ടത്തുള്ള PSC പഠിക്കാൻ ഒന്നിച്ചിരിക്കുന്ന അങ്ങനത്തെ കുറച്ച് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും വീട്ടില് വീട്ടിലിരിക്കുകയാണല്ലോ. ഇപ്പൊ പ്രിയ എന്ന് പറയുന്നത് ഇരുന്ന് വേര് മുളച്ച് അപ്പൊ ഇതൊക്കെ ആക്ച്വലി സിനിമയുടെ പ്ലോട്ടിനെ ഉള്ളതിനെക്കാട്ടി നമുക്ക് ആസ് വിമൻ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ സാധനങ്ങളാണ്. അപ്പൊ നമ്മുടെ കഥാപാത്രം എന്താ വെച്ചാൽ പല പ്രായത്തിലുള്ള ആൾക്കാർ ഒരുമിച്ചിരുന്ന് PSC പഠിക്കുന്നു. അപ്പൊ നമ്മൾ അങ്ങനെയാണ് കൂട്ടുകാർ. നമ്മളെല്ലാ ദിവസവും പ്രിയയുടെ വീട്ടിൽ പോയി PSC പഠിക്കുന്നു. അപ്പൊ സുലു വന്നിട്ട് മറ്റേ ബമ്പിളിലൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ അസ്മ മറ്റേ ഓർഡർ ചെയ്യുന്നു, ആമസോൺ ഓർഡർ ചെയ്ത് അങ്ങനത്തെ കുറെ എന്നുവെച്ചാ സ്വന്തം ഭർത്താവിന്റെ വീട്ടിലോട്ട് ഓർഡർ ചെയ്ത അമ്മായിമ്മ സീനാവും. അപ്പൊ പ്രിയയുടെ വീട്ടിലോട്ട് ഓർഡർ ചെയ്യുന്നു. പിന്നെ അവിടെ നിന്നാണ് ഇത് പൊളിച്ച് നോക്കുന്നത്. അങ്ങനെ പക്ഷെ അസ്മയുടെ ഭർത്താവ് അടിപൊളിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അതേ സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് ആലോചിക്കില്ല. ഞാനപ്പോ ലിബിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് തോന്നുന്നു അസ്മക്ക് PSCക്ക് ഒന്നും താല്പര്യമില്ല, ഇവര് പോകുന്നു, അതുകൊണ്ട് ജോലി അടിക്കാൻ വേണ്ടി അസ്മയും കൂടെ ഇരിക്കുന്നു. ഇപ്പൊ ഇവൻ ഇന്റെ സ്റ്റോറി ഈ ചുരണ്ടാൻ പോകുന്നു എന്ന് പറയുമ്പോ ഇവര് ചെയ്യുന്നു, ഞാനും കൂടെ അതിനെന്താ ഞാനും കൂടെ ആ ഒരു മൂഡിലുള്ള ആളാണ് പറയുന്നുണ്ട്. പ്രിയ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു പോയിന്റ്. പക്ഷെ ഈ സിനിമയിലില്ലെങ്കിലും ആ PSCക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു, ഇവരുടെ ഒരു ബോണ്ട് ആ ഒരു സ്പേസ് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട്, ജസ്റ്റ് സീനുകളുടെ ഇതിന്റെ ഒക്കെ അപ്പുറത്തേക്ക്. പിന്നെ സുലുയുടെ ഒരു റോൾ മോഡലാണ് പ്രിയേച്ചി. അതെനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തായിരുന്നു. അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നല്ല, കാരണം ഇപ്പൊ ഈ സുലു ഭയങ്കരമായിട്ട് ഞാൻ വിചാരിച്ചു സുലു ഭയങ്കരമായിട്ട് ലുക്കപ്പ് ചെയ്യുന്ന ആളാണ് പ്രിയേച്ചി. എന്ത് പറഞ്ഞാലും ആള് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അപ്പം അതൊക്കെ പ്രിയേച്ചി കണ്ടുപിടിച്ചു, ഭയങ്കര ബുദ്ധിയാണ്. ഇവിടെ എല്ലാ സാധനത്തിനും വൻ സംഭവമായിട്ട് എടുക്കുന്നത്. അപ്പൊ പിന്നെ ഒട്ടും വലിയ സംശയം ഇല്ലാതെ ഇപ്പം പ്രിയ ഒരു പോയിന്റില് വേറൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പം ബാക്കി എല്ലാവരും അതിനെ ഭയങ്കര സംശയത്തോടെ കാണുന്നു, ഇവിടെ അസ്മ വരെ. പക്ഷെ സുലു പ്രിയനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള വഴികളാണ് നോക്കുന്നത്. അപ്പൊ അത് ഉണ്ടായിരുന്നല്ലേ. ഈവൻ സുലു സിംഗിൾ ആണല്ലോ. അപ്പൊ പ്രിയയും ആന്റണി ഇല്ലാത്തപ്പോ കൊച്ചെപ്പോഴും സുലുവിന്റെ കൂടെയാണ്. അങ്ങനെ സ്കൂളിൽ നിന്ന് വന്നിട്ടും എന്റെ കൂടെ ആയിരിക്കും, എന്തിനും ഞാൻ ഉണ്ടാവും എന്നുള്ള ഒരു ഇതാണ്. അങ്ങനത്തെ 2-3 പിന്നെ സുലു എല്ലാം തുറന്നു പറയുന്നത് പ്രിയേച്ചിയുടെ അടുത്താണ്. അല്ലെങ്കിൽ കല്യാണ ആലോചന വന്നതും വീട്ടിൽ കല്യാണം ആലോചിക്കുന്നതും അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഫ്രീഡം അവര് തമ്മിലുണ്ട്. പിന്നെ പ്രിയേച്ചീനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് പ്രിയേച്ചിയിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ എടുക്കാൻ നോക്കുന്ന ഒരു ക്യാരക്ടറാണ് സുലു. അങ്ങനെയൊക്കെ പറഞ്ഞു തന്നായിരുന്നു നമുക്ക്. പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും സ്ക്രിപ്റ്റ് സെലക്ഷനെ പറ്റിയിട്ടും ആൾക്കാര് നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ പ്രേമലുവിലെ ആ ഒരു ക്യാരക്ടർ അത് കൃത്യമായിട്ട് സ്പേസ് ഉള്ളതാണ്. ഇപ്പൊ പൂവനിലെ ക്യാരക്ടർ അങ്ങനെയാണ്. ഇപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഫ്രീഡം ഫൈറ്റിലായിക്കോട്ടെ, കാതലിൽ വരുന്ന ചെറിയ സീൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ആവേശത്തിലാണെങ്കിലും രോമാഞ്ചത്തിലാണെങ്കിലും എവിടെ വരുന്നു അവിടെ സ്കോർ ചെയ്യാൻ കൃത്യമായിട്ട് അറിയുന്ന എന്താ പറയാ പുതിയ ജനറേഷനിലെ ആളുകളായിട്ടാണ് നിങ്ങളെ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷനെ പറ്റിയിട്ട് എന്താ കരുതുന്നത്? നമുക്കിപ്പം നിങ്ങൾ എടുക്കുന്ന എല്ലാം സെറ്റ് ആയതാണ്. ഇപ്പൊ നിങ്ങൾ ബാക്ക് ടു ബാക്ക് നമ്മളെ എടുക്കുന്ന ആൾക്കാരൊക്കെ സെറ്റ് ആയതുകൊണ്ടാണ്. ടീമാണ്, നല്ല ടീമാണ്. പ്രേമലു ആയാലും ഇപ്പൊ എന്റെ കാര്യമാണെങ്കിൽ പ്രേമലു ആയാലും സൂക്ഷ്മദർശിനി ആയാലും ആ ടീമിന് ഒരു ഗ്യാരണ്ടി ഉണ്ട്. അതാണ് ഒന്ന് ഭാവനയായിരുന്നു, ഇത് സമയത്ത് ഹാപ്പി അവേഴ്സ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും എന്തായാലും ഒരു നല്ല സാധനമായിരിക്കും വരുന്നത്. ഇതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കുമ്പോ നമുക്കും അറിയാം ഈ സിനിമ നല്ല സിനിമയാണെന്ന്. നമുക്ക് അല്ലാതെ പക്ഷെ എന്തായാലും ചെയ്യും ഇത്. നമുക്ക് ഈ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ചെയ്യും, നന്നായാലും മോശമായാലും. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നല്ല സിനിമകള് ചെയ്യാൻ പറ്റി. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് ഇപ്പൊ എൻ്റെ തന്നെ ഓരോ സിനിമ കഴിയുമ്പോഴാണ് ഓരോ അടുത്ത സിനിമ സംഭവിക്കുന്നത്. ചിലപ്പോ
അതിൻ്റെ ഒരു ലിങ്ക് ഉണ്ടാവും. ഇപ്പൊ അത് കണ്ടിട്ടായിരിക്കും, ഇപ്പൊ ഫ്രീഡം ഫൈറ്റ് കണ്ടിട്ടാണ് എനിക്ക് കുറച്ചധികം സിനിമ വന്നത്. അത് അത്ര ഭയങ്കര പോപ്പുലർ അല്ലെങ്കിലും സിനിമയിലുള്ള ഇൻഡസ്ട്രിയിലുള്ള കുറെ പേര് അത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രോമാഞ്ചം ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ബാക്കി, പിന്നെ ആവേശം ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഒരു അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ഈ നമ്മള് ചെറുതാണെന്നൊക്കെ വിചാരിക്കുന്ന സാധനങ്ങള് നമ്മള് നന്നായിട്ട് ചെയ്യുക. ഐ മീൻസ് അത് ചെറുതോ വലുതോ എന്നുള്ള രീതിയിലല്ലാതെ നമ്മളെടുക്കുന്ന എഫേർട്ടൊക്കെ ഇവൻച്വലി പേ ഓഫ് ആവും. അതൊരു ചെറുതാന്ന് ഒന്നും ചെയ്യാനില്ലായിരുന്നു, ഞാൻ ജസ്റ്റ് പോയി അങ്ങനത്തെ മൂഡിൽ ചെയ്താൽ എനിക്കൊന്നും അത് വർക്കാവില്ല. അത് മാത്രമാണ് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളത്. കിട്ടുന്ന ജോലി വൃത്തിക്ക് ചെയ്യണം. ആൻഡ് അതിന്റെ റിസൾട്ട് എപ്പോഴും അടുത്തൊരു സിനിമയായിട്ടൊക്കെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് മാത്രമേ ഉള്ളൂ ഫോക്കസ്. ഇപ്പോഴാണ് കുറച്ചധികം ഒരേപോലെ ഇപ്പൊ രോമാഞ്ചം കണ്ടിട്ട് എല്ലാരും ഇങ്ങനെ ഭയങ്കര ഷൗട്ട് ചെയ്യുന്ന കഥാപാത്രം വേണം. അപ്പൊ അത് ചിലപ്പോ ഞാൻ ഇപ്പൊ ഒരേപോലത്തെ ഇതാണെങ്കിൽ ചിലപ്പോ ചെയ്ത് മടുത്തു. മീൻസ് അത് അങ്ങനെ എന്നെ ഇനി ചിലപ്പോ ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് അത് അങ്ങനത്തെ ഒരു സാധനം ചെയ്യാന്നൊക്കെ തോന്നൂല്ലേ. അങ്ങനെ മാത്രമേ ചെയ്യാതെ ആയിട്ടുള്ളൂ. അല്ലാത്ത എല്ലാം പിടിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ കരിയറിൽ മാർക്ക് ചെയ്യപ്പെട്ട വേഷങ്ങൾ, ഇപ്പൊ പ്രേമലുവിലെ ഇപ്പം കാർത്തിക ആണെങ്കിൽ ആ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടെ പെർഫോമൻസിനൊക്കെ ഒരു നാച്ചുറൽ ഒരു സാധനമുണ്ട്. ഇപ്പം ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കാർത്തിക നമ്മൾ അനുരാഗിൽ കാണുന്ന സമയത്തും ഇവിടെ കാണുന്ന സമയത്തൊക്കെയും അനുരാഗ് വർക്ക്ഷോപ്പിലെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതിനുശേഷം ഈ ഒരു പടത്തിൽ കാണുമ്പോഴും എന്താ പറയാ, നമ്മൾ അനുരാഗിൽ ഭയങ്കരമായിട്ട് ഡയലോഗ് ഒരു സ്ലാങ് ഇപ്പൊ എസ്പെഷ്യലി വേറെ ജില്ലയിലുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ കാർത്തികയിൽ വരുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സ്ലാങ്ങിന്റെ ഭാരവും കാര്യങ്ങളും ഒന്നുമില്ല. വേറൊരാളാണ്, പക്ഷെ വളരെ ആ ഒരു സ്വാഭാവികത എന്നുള്ള ഒരു എലമെന്റ് ഉണ്ടല്ലോ, അത് വളരെ രസമായിട്ട് അതിലും വരുന്നുണ്ട്. ഇപ്പൊ ഈ ഇതിലൊക്കെ വരുന്നുണ്ട്. അതെങ്ങനെയാ നിങ്ങള് വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നതെന്ന്? വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്ന എല്ലാത്തിലും വരുന്നുള്ളൂ. ഇപ്പൊ സംവിധായകർ മാറുന്നു, എല്ലാ ക്രൂ മാറുന്നു, പക്ഷെ ക്യാരക്ടേഴ്സ് മാറുന്നു, അവരുടെ ജീവിത പശ്ചാത്തലം മാറുന്നു, പക്ഷെ ആ ഒരു നാച്ചുറൽ തിങ് ഇവിടെ ഉണ്ട്. അത് എന്താ ഇപ്പൊ അനുരാഗില് സ്ലാങ്ങിന്റെ കാര്യമാണ്, അത് എന്റെ നാടാണ്, എന്റെ സ്ലാങ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് പൂവനിലോട്ടും എത്തുന്ന സമയത്ത് ഈ സ്ലാങ് നല്ല പ്രശ്നമായിരുന്നു. കാരണം എനിക്ക് നന്നായിട്ട് കണ്ണൂർ സ്ലാങ് വരും. ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ നമ്മൾ കണ്ണൂർ സ്ലാങ്ങിലായിരിക്കും സംസാരിക്കുക. പൂജിച്ചിയും കണ്ണൂരിൽ നിന്നാണ്. അപ്പൊ ആ ഒരു ഇത് ഇപ്പൊ സൂക്ഷ്മദർശിനിന്റെ ഒഡീഷന് പോയപ്പോൾ പോലും എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത്, അയ്യോ കണ്ണൂർ സ്ലാങ് പറയല്ലേ, നമുക്കൊരു നോർമൽ കോട്ടയം ആ ഒരു സ്ലാങ് ആണ് വേണ്ടത്. അപ്പൊ എനിക്കൊട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഞാനാണ് പറഞ്ഞത് ഞാൻ ഡബിൽ ശരിയാക്കിക്കോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ശ്രമിക്കൂലോ. അതായത് അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ നന്നായിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ അത് ക്യാച്ച് ചെയ്യാൻ നമ്മൾ നോക്കുമല്ലോ. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്വാഭാവികത എങ്ങനെ വരുന്നു വെച്ചാൽ എനിക്ക് എങ്ങനെയോ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് ആ സ്പേസ് കിട്ടുമ്പോൾ നമ്മൾ നന്നായിട്ട് അത് യൂസ് ചെയ്യും. അപ്പൊ സൂക്ഷ്മദർശിനിയിൽ നന്നായിട്ട് നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ പ്രേമലൂലായാലും ആ ഒരു, പിന്നെ പ്രേമലൂല് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. നമ്മൾ ഭയങ്കര ബോണ്ടായിരുന്നു എല്ലാവരും തമ്മിൽ. അപ്പൊ അതും എല്ലാം മാറ്റർ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ആവേശത്തിലെ ആണെങ്കിലും രോമാഞ്ചത്തിലെ ആണെങ്കിലും ആ 2 സീനുകൾ ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് രോമാഞ്ചത്തിലെ ആ ഒരു ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന സാധനം, ഇപ്പൊ ആവേശത്തിൽ ഇങ്ങനെ ആ ദംഷറാട്സിന്റെ സീനിൽ നിരനിരയായിട്ട് ഇങ്ങനെ പടങ്ങളുടെ പേര് പറയുമല്ലോ, ബാക്ക് ബാക്ക് ഇങ്ങനെ. ഈ 2 സീനിലും ഉള്ള ഒരു എനർജിയുടെ ലെവലിന്റെ ഒരു സാധനം ഉണ്ടല്ലോ. പക്ഷെ ആ ഒരു മീറ്റർ ഒന്ന് കൈവിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ പൂജേന്റെ ഒരു എൻ്റെ സീനിനെ പറ്റിയിട്ട് ഇതുവരെ വന്നിട്ടുള്ള ഒരു സ്ഥലത്തും ഞാനതൊരു നമുക്ക് വയ്യ ഇതെന്താണ് എന്നുള്ളൊരു സാധനം കേട്ടിട്ടില്ല. അത് പിടിക്കാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പൊതുവെ നമ്മൾ ഇപ്പൊ സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നത്. അപ്പൊ പൂജ എങ്ങനെയാണ് ആ 2 സ്ഥലത്തും നമ്മളൊരു എനർജി വേണം, ശബ്ദം വേണം, എല്ലാം വേണം, പക്ഷെ അതൊരു സെറ്റ് ഒരു സ്പേസിലായിരിക്കും. നമുക്ക് എപ്പോഴും ആ ഒരു ഉള്ളിന്റെ ഉള്ളിൽ അത് ചിന്തയുണ്ട്. ഇത് ഒരിക്കലും രോമാഞ്ചത്തിൽ ഈ ബഹളമാവരുത്. മീൻസ് ഇത് ഓരോ കഥാപാത്രം ഓരോ പോലെയാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഒരാൾ കരയുന്ന പോലെ ആയിരിക്കില്ല അടുത്ത ആൾ ആ ഒരു കോൺഷ്യസ്. അപ്പൊ എപ്പോഴും ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പീക്ക് എവിടെയാ അത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേ ചെയ്യുക എന്നുള്ളതാണ്
തോന്നുക. പിന്നെ എപ്പോഴും എനിക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് വർക്ക് ഞാൻ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് പോയിന്റ് കണ്ടുപിടിക്കുക. എന്താ വെച്ചാൽ ഒന്ന് ഇയാൾക്ക് അങ്ങോട്ട് പോകണം, പക്ഷെ ഇയാൾക്ക് പറ്റുന്നില്ല. സിമ്പിളായിരിക്കും അത്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവുമ്പം എന്തൊക്കെ പറഞ്ഞാല് അവിടെ രംഗണ്ണനുണ്ട്. ഒരു പരിധി വിട്ട് നമ്മള് ഒരു മീൻസ് നമ്മളിരുന്ന് കളിയാക്കുമായിരിക്കും രംഗണ്ണനെ, പക്ഷെ ഒരു പരിധി വിട്ട് ഒരിക്കലും കളിയാക്കില്ല. ആ ഒരു പേടിയുണ്ട്. അപ്പൊ ഇതിന്റെ നടുക്ക് നിക്കണം. എന്തായാലും നമ്മള് അറിയില്ല, കുറച്ച് വലിയ വലിയ ആൾക്കാരുടെ അടുത്ത് ഇരിക്കുന്നത് നമ്മൾ തമാശ പറയായിരിക്കും, പക്ഷെ അതിനൊരു കൺട്രോൾ. അപ്പൊ രംഗണ്ണന്റെ സ്പേസിൽ അതുണ്ട്. പക്ഷെ രോമാഞ്ചത്തിൽ എത്തുമ്പോ അതില്ല. അവിടെ എനിക്ക് എന്ത് ഓവറാവാം. അപ്പൊ ആ ഒരു ധാരണ ഉണ്ടാവും. പിന്നെ ജിത്തു ഒക്കെ ആണെങ്കിൽ ജിത്തുനൊക്കെ കൃത്യം നമ്മളെക്കാട്ടി കൂടുതൽ ജിത്തുന് അതിന് മാനേജ് ചെയ്യാൻ കൃത്യമായിട്ട് അറിയാം. അപ്പൊ അഥവാ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ജിത്തുന് ആ കാര്യത്തില്. ജിത്തു ഇതും കൂടെ ഇടട്ടെ, ചിലപ്പോ പറയും വേണ്ട, ചിലപ്പോ പറയും ഓക്കെ ഇട്ടോ. അപ്പൊ അത് പുള്ളിക്കാരനും ആ ജഡ്ജ്മെന്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് അത് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങൾ രണ്ടുപേരും സിനിമയിൽ എത്തുന്നതിന് മുൻപുള്ള ഒരു കരിയറിലാണെങ്കിൽ ഇപ്പം എന്താ പറയുക, കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് നിന്നിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അവിടെ എടുത്തിട്ടുള്ള ഒരു വലിയ എഫേർട്ട് ഉണ്ട്. ഇപ്പം പൂജയുടെ നോക്കുകയാണെങ്കിൽ പൂജ ഒരുപാട് സ്ഥലങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. തിയേറ്റർ ആയിട്ടും ഓർഗനൈസർ ആയിട്ട് വർക്ക് ചെയ്തതും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ രണ്ട് ബാക്ക്ഗ്രൗണ്ടും ആയിട്ട് നമ്മൾ സിനിമയിലേക്ക് വരുമ്പോഴേ അത് ഏതൊക്കെ രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുക? അല്ലെങ്കിൽ ഇപ്പം കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ചിലപ്പം ഒരു എന്താ പറയുക ഫോക്കസ്ഡ് ആയിട്ടുള്ള ആക്ടറായിട്ട് കാണാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് ഒരുപാട് സ്ത്രീകൾക്ക് ഒരുപാട് പഠിപ്പുള്ളതും നമ്മളൊന്നും മാറ്റി നിർത്താനുള്ള കാരണമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇത്രയും പഠിപ്പുള്ളവരാണെങ്കിൽ അവരെ എന്തോ രീതിക്കുള്ളതുണ്ട്. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും സിനിമയ്ക്ക് പുറത്തുള്ള നിങ്ങളുടെ ഒരു കരിയർ അത് ഏതൊക്കെ രീതിയിലാണ് സിനിമേനെ ഇപ്പൊ പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും രണ്ടുപേരുടെ അറിയാൻ ഒരു ആഗ്രഹമുണ്ട്. ഞാനിപ്പോ റീലൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു അതുവഴിയാണ് ഞാൻ ഇതിലോട്ട് എത്തിയത്. അപ്പൊ എന്നെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ സമയത്ത് തന്നെ കളിയാക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സെയിം ടൈം അറ്റ് എ ടൈം ആൾക്കാരൊക്കെ എന്താ വേറെ പണിയൊന്നും ഇല്ലേന്നൊക്കെ ചോദിക്കും. അതേപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മുടെ രണ്ട് പ്രോസസ്സും വേറെ വേറെയാണ്. ഈ റീലിൽ നമ്മൾ ചെയ്യുന്ന ഇപ്പൊ ഒരു മൂവിയുടെ ഇത് ചെയ്യുകയാണെങ്കിലും നമ്മളൊരു കുഞ്ഞു സ്പേസിൽ നിന്നിട്ടാണ് അത് പെർഫോം ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അറിയില്ല നമ്മൾ എത്രത്തോളം നന്നായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ കമന്റ്സിൽ ആൾക്കാർ പറയണത് വെച്ചിട്ടായിരിക്കും നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുന്നത്. പക്ഷെ നേരെ മറിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആ പ്രോസസ്സ് മൊത്തമായിട്ട് പറഞ്ഞു തരാൻ കുറെ ആൾക്കാരുണ്ട്. നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ അത് സജഷൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടും രണ്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷന് ഇങ്ങനെ ഒരു സിനിമ എന്നുള്ള ഒരു ഇതിലോട്ട് എത്തണേൽ ഇത് നല്ലൊരു ഈ കോണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഈ റീൽ എല്ലാവരും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓഡീഷൻസ് ഒക്കെ വെക്കണതൊക്കെ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ നോക്കിയിട്ടാണെന്ന് തോന്നുന്നു. ഇത് നല്ലൊരു എന്താ പറയാ ഇങ്ങോട്ട് എത്താനുള്ള ഒരു നല്ലൊരു ഇതാണ്. ഞാൻ ജസ്റ്റ് ചോദിച്ചെന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ആ സിനിമയുടെ സ്പേസിൽ എത്തുമ്പോൾ ഇതൊന്നും ചെയ്യാതെ ഭയങ്കരമായി സിനിമ ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ ഓഡിഷൻസ് മാത്രം ചെയ്തു വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ളവരെയും ഇൻസ്റ്റ ഇൻഫ്ലുവൻസേഴ്സിനെയും അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും കാണുന്നതില് സിനിമയുടെ സ്പേസിൽ ഒരു ഡിഫറൻസ് ഉണ്ടോ? അല്ലെങ്കിൽ അവിടെ എത്തുമ്പോ പിന്നെ ആക്ടേഴ്സ് എന്നുള്ള ഒരു ഒറ്റ ലേബലിലാണോ? എനിക്ക് തോന്നുന്നു എന്തായാലും ഇപ്പൊ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് കുറെ പേരുണ്ടാവും. അതിലിപ്പോ നമ്മള് ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ സിജു സണ്ണി അല്ലെങ്കിൽ ജോമോൻ, ഇപ്പൊ ഇവരുടെയൊക്കെ എന്താ കാണുന്ന വെച്ചാൽ ഇവര് നല്ല ആക്ടേഴ്സും കൂടിയാണ്. ഇപ്പൊ അഖിലയാണെങ്കിൽ നമുക്കൊരിക്കലും മോശം ആയിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ സിനിമയിൽ അവര് പെർഫോം ചെയ്യുന്നത് റീലിൽ ചെയ്യുന്ന പോലെ അല്ല. അവർക്ക് ആസ് ആക്ടേഴ്സ് അവർ നല്ലതാണ്. ഇപ്പൊ അല്ലാത്ത ആൾക്കാര് വരുമ്പോഴാണ് ആൾക്കാർ ഇങ്ങനെ കമന്റ് അടിക്കുന്നതും ഒക്കെ തോന്നും. പക്ഷെ മലയാളത്തിൽ എനിക്ക് ഐ തിങ്ക് ഇപ്പൊ കുറച്ചും കൂടെ സെൻസിബിൾ ആയിട്ടാണ് കാസ്റ്റിംഗ് ഒക്കെ നടക്കുന്നത്. അല്ലാതെ ഫോളോവേഴ്സിന്റെ എണ്ണം നോക്കിയിട്ട് ഈ മലയാളത്തിൽ കാസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും ഇവരൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത്. പിന്നെ നാടകത്തിന്റെ ഇതെന്ന് പറഞ്ഞാല് എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്രയും പഠിച്ചത് കൊണ്ടൊക്കെയാണ് എനിക്ക് പറയുന്ന ചെറിയ വേഷങ്ങളൊക്കെ തന്നെ മെമ്മറബിൾ ആക്കാൻ സാധിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഞാൻ മറ്റേ ജന്മന മറ്റേ കഴിവായിട്ട് കെട്ടിമൊളിച്ച ആളൊന്നും അല്ല.
ഞാൻ ചെറുപ്പത്തിലൊക്കെ വളരെ ഞാൻ 10 വയസ്സുള്ളപ്പോൾ തൊട്ട് നാടകം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകധർമ്മയിലെ അപ്പോൾ അപ്പോഴൊന്നും ഒരിക്കൽ പോലും അവിടെ ഉള്ള കാലത്ത് ഒരു മെയിൻ റോൾ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഡൽഹിയിൽ പഠിക്കാൻ പോയപ്പോഴും അവിടെയും നമ്മൾ ഈ മീഡിയത്തോടുള്ള താല്പര്യത്തിൽ നിൽക്കുകയാണ്. അപ്പോഴും ഒരു ലീഡ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. സ്കൂൾ ഓഫ് ഡ്രാമയിൽ എത്തുമ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ആ സമയത്ത്, ഇപ്പോഴല്ല, ആ സമയത്ത് പെൺകുട്ടികൾ ഇല്ല. ഹാർഡ്ലി ഒരു 2-3 പേരുണ്ടായാലായി. അപ്പൊ എല്ലാ BA-ക്കാരുടെയും MA-ക്കാരുടെയും എല്ലാ നാടകത്തിലും ഞാൻ തന്നെ നായിക. മനസ്സിലായോ? അപ്പൊ ഞാൻ അതിനു മുന്നേ ഒരു 10 വയസ്സ് ഇടയ്ക്കിടയ്ക്ക് സങ്കടമൊക്കെ വരും. അയ്യോ അമ്മ, എനിക്ക് മാത്രം ഇത് കിട്ടുന്നില്ലോ, മീൻസ് അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ എനിക്ക് ഇപ്പൊ സിനിമയിലോട്ട് എത്തുമ്പോൾ അതിൻ്റെ ഒരു അങ്ങനത്തെ ഒരു വിഷമങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ ഈ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോയതുകൊണ്ടും ഞാനൊരു പ്രോപ്പർ ഒരു ട്രെയിനിങ് സ്പേസിൽ ഒരു 3 കൊല്ലത്തോളം ഓൺലി ട്രെയിനിങ് എന്നുള്ള സ്പേസിലായിരുന്നു സിംഗപ്പൂരൊക്കെ ഒരു 3 ഇയർ ആക്ടിങ് പ്രോഗ്രാം ചെയ്തു. അതിൻ്റെയൊക്കെ ഗുണമാണ് ചിലപ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ പലപ്പോഴും ആൾക്കാർക്ക് പുച്ഛമാണ്. ഇതൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് എന്തുണ്ടായി. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ പ്രോപ്പർ ട്രെയിനിങ് കിട്ടുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. എല്ലാവരും എന്തൊക്കെയോ കോൺഫിഡൻസ് ബിൽഡിങ്, അല്ലെങ്കിൽ ചില ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട് ഈ വർക്ക്ഷോപ്സിനൊക്കെ പോയിട്ട് ആൾക്കാരുടെ കോൺഫിഡൻസ് പോയിട്ട് തിരിച്ചു വരുന്നത്, ഇങ്ങനെയാണോടാ നീ ചെയ്യുന്നത്, അയ്യേ എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുന്നു, അല്ലെങ്കിൽ നീ കൊള്ളാം, നീ വലിയ ആൾ, അങ്ങനത്തെ രീതിയിൽ വർക്ക്ഷോപ്സിലൊക്കെ സംസാരിക്കുകയും. ഇത് കേൾക്കുമ്പോൾ അവർക്കൊക്കെ എന്നോട് ദേഷ്യം വരായിരിക്കും. വന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇത് ഒരാളുടെ കോൺഫിഡൻസ് കളയാ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ധാരണ വേണം ഇത് ഈ പരിപാടി എന്താണ്, വാട്ട് ഈസ് ആക്ടർ ട്രെയിനിങ്. നല്ല സ്ഥലങ്ങളുണ്ട്, പക്ഷെ മെജോറിറ്റി അവർക്ക് എവിടെയും എത്തിപ്പെടാത്തതും പറ്റാത്തതുകൊണ്ട് പൈസ അവർക്കും ഫിനാൻഷ്യലി ഇതിൽ അങ്ങനെ വർക്ക്ഷോപ്പ് എടുക്കുന്ന കുറേ പേരെയാണ് ഞാനിവിടെ കണ്ടിട്ടുള്ളത്. അപ്പം ഇവർക്കൊക്കെ നമ്മളെയൊക്കെ ഭയങ്കര പുച്ഛമാണ്. അപ്പൊ സിനിമയിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ നാടകക്കാർ ഓഡിഷൻസിന് തന്നെ പലരും ഞാൻ നാടകം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എടുത്തു നോക്കുമ്പോൾ ഒരു വർക്ക്ഷോപ്പിൽ ഒരു നാടക വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തായിരിക്കും എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത്. നിങ്ങൾ ആരുടെ കൂടെ വർക്ക് ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർക്ക് പറയാനൊന്നുമില്ല, പക്ഷെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയും ഞാൻ നാടകം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമാക്കാർ എന്ത് വിചാരിക്കും, ഓഹ് നാടകക്കാരൊക്കെ മോശം, മെജോറിറ്റി ഇങ്ങനത്തെ ആൾക്കാരാണല്ലോ എന്നുള്ള രീതിയിൽ അവർക്കും തോന്നും. അപ്പം അതുകൊണ്ട് ഞാൻ അധികം പറയാറില്ല എനിക്ക് ഇങ്ങനത്തെ പരിചയം അല്ല ഇങ്ങനെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ. ഈ അടുത്താണ് ഇപ്പൊ ഷൈജുക്കൊക്കെ നീ ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. ഞാൻ പറഞ്ഞ ഷൈജുഖാനെ എനിക്ക് കുറച്ച് കാലമായിട്ട് നമ്മൾ മഞ്ഞുമ്മലോട്ട് ഷൈജുഖാനെ അറിയാം. അപ്പോഴാണ് ഈ സൂക്ഷ്മദർശിനിയൊക്കെയാണ് ഷൈജുഖാൻ നീ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. യെസ്, അതുകൊണ്ട് ഞാൻ പറയാറില്ല അധികം. ഇത് ചോദിക്കുന്നവരോട് ഇങ്ങനത്തെ രീതിയിൽ പറയാ എന്നുവെച്ചാൽ ഇത് ഒരു അപമാനിക്കാനും ഒരു കാരണമായിട്ട് ആൾക്കാർ എടുക്കുന്നത് പഠിച്ചു എന്നുള്ളത്. പക്ഷെ ഇനി അഥവാ നമ്മളിങ്ങനെ ഭയങ്കര വലിയ ഒരു സ്പേസിലൊക്കെ എത്തി, നമ്മൾ മറ്റേ ബോളിവുഡ് ഹോളിവുഡൊക്കെ എത്തി, ഓ അവര് പഠിച്ചോണ്ടാണെന്ന് അപ്പൊ പറയും. ഇപ്പൊ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പൊ റോഷനെയൊക്കെ എല്ലാവരും നല്ല രീതിയിലല്ലേ പറയുന്നത്, അവൻ നാടകം ചെയ്തു പഠിച്ചു എന്നൊക്കെ ഉള്ള ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോഴും നാടകം കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷെ നമ്മൾ തുടങ്ങുമ്പോൾ നമുക്കൊന്നും അങ്ങനത്തെ രീതിയിലല്ല ആൾക്കാര്. നമ്മളൊരു സ്പേസ് ബിൽഡ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാതും. എന്നിട്ട് ചില സിനിമയിലൊക്കെ പോയി അഭിനയിക്കുമ്പോൾ നമ്മൾ അഭിനയിച്ച് തുടങ്ങിയിട്ടുണ്ടാവില്ല, അപ്പത്തേക്ക് നാടകം വേണ്ട കേട്ടോ. ആ സാധനം കേൾക്കുമ്പോ ഉണ്ടല്ലോ നമുക്ക് നിങ്ങൾ നാടകം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാനുള്ള സാധനം. മലയാള സിനിമയുടെ ഈ ഒരു സംഭവം ഹിസ്റ്ററി നോക്കുമ്പോഴേ ഇപ്പം KPC ആണെങ്കിൽ ആ KPC എന്നുള്ള ബ്രാൻഡിൽ വരുന്ന അത്രയും നാടകം വേണ്ടെന്നുണ്ടെങ്കിൽ നല്ല നടന്മാരെ ഉണ്ടാവില്ലായിരുന്നു. അല്ല ഇപ്പൊ തിലകൻ സാറ്, എല്ലാവരും നരേന്ദ്രപ്രസാദ്, അങ്ങനെ വലിയൊരു നിരയുണ്ടല്ലോ നാടകത്തിൽ ആചാര്യന്മാരായിട്ട് പിള്ള, ഇങ്ങനെ ഇപ്പൊ വിജയരാഘവൻ മറ്റേ കിഷ്കിന്ധാകാന്ഡത്തിന്റെ ഒരു ഇന്റർവ്യൂ നമ്മൾ എടുത്ത സമയത്ത് ഇങ്ങനെ ആള് പറയുന്ന ആളിങ്ങനെ നാടക NN പിള്ള ഇങ്ങനെ ആളുടെ ആന്റി അപ്പം എല്ലാവരും ഭയങ്കര നാടക കുടുംബത്തിൽ നിന്ന് ആയോണ്ടാണ് ഇത്ര ഡിഫറൻസ് ഓഫ് വേഷങ്ങൾ ചെയ്യാൻ പറ്റുക. ഇപ്പൊ ഒരു ചെറിയൊരു സ്നിപ്പറ്റ് ഉണ്ട് യൂട്യൂബിൽ NN പിള്ള സാറിന്റെ
പുള്ളിക്കാരനൊക്കെ ആ സമയത്ത് സംസാരിക്കുന്നത് ഈ സോഷ്യലിസ്റ്റ് ആ, സെപ്പറേറ്റ് ആ, എൻ്റെ ദൈവമേ. പിന്നെ പുള്ളിക്കാരൻ്റെ നാടകങ്ങളൊക്കെ തന്നെ വായിക്കാൻ ഇത്രയും രസമുള്ള ഞാനൊക്കെ കുറെ ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അത്രയും ബോധമുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഇവൻ ജഗതി ചേട്ടനാണെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനും ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ പറയാം ഇതിനെ ചുമ്മാ ഇത് നാടകമാണെന്ന് പറഞ്ഞ് നാടകം വേണ്ട, എന്താണ് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇതെന്താ വേണ്ടെന്ന്. അതും പറ്റുന്നില്ല. ജസ്റ്റ് ഒരു ടേം. ഞാൻ ഇത് ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ അങ്ങനത്തെ ഒരു കഥ കേട്ടു. ഏതോ ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ പോയിട്ട് ഒരു കൊച്ചിൻ്റെ അടുത്ത് നാടകം ചെയ്യരുത്, നിങ്ങൾ നാടകം ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളുടെ അഭിനയം ഇങ്ങനെയെന്നൊക്കെ ആരോ പറഞ്ഞു എന്ന് എൻ്റെ അടുത്ത് ഒരാൾ ഷെയർ ചെയ്യണ്ടായി. നമ്മളൊരു 2 കാര്യങ്ങളെ ചോദിച്ചത്. അപ്പം നിങ്ങളുടെ രണ്ടുപേരുടെ ഇൻസ്റ്റാഗ്രാമില് മൈക്രോ ലൈഫ് എന്നുള്ളൊരു വരെയാണ് കണ്ടത്. എനിക്ക് പൂജയുടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആർട്ട് എന്തൂസിയാസ് ബട്ട് ഡെസ്പൈറ്റ് ദ മെറ്റീരിയൽ മിസറീസ് ഉണ്ടാണെങ്കിലും ആർട്ട് എന്തൂസിയസ്റ്റ് ആയിട്ട് ഡിസൈർ ചെയ്ത് നിൽക്കുന്ന ഒരാളെന്നാണ്. എനിക്ക് ഈ 2 ഇൻസ്റ്റാ ബയോന്റെ വിഷയറിനെ കൊള്ളാന്നുണ്ട്. മൈക്രോ ലൈഫ് ഞാൻ മൈക്രോബയോളജിയാണ് പഠിച്ചത്. ഞാൻ വിചാരിച്ചു മറ്റേ അങ്ങനെ വന്നതാണ്. ഞാൻ മൈക്രോബയോളജിയാണ് എന്റെ മൈക്രോബയോളജിയാണ് ഇതിനകത്ത് മൈക്രോബയോളജിയാണ് വളരെ കോയിൻസിഡൻസ് വന്നതാണ്. അതാണ് മൈക്രോ ലൈഫ്. അതെന്താ വെച്ചാല് ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് ഇടക്കിടക്ക് ഞാൻ വിട്ടുപോകുന്നു. ഞാനപ്പോ വീണ്ടും എൻ്റെ PhDക്ക് അപ്ലൈ ചെയ്യാനും അങ്ങനെയൊക്കെ പോകുമ്പോ തിരിച്ച് അപ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു നല്ല സാധനം വരാം. അപ്പൊ തിരിച്ച് ഇതിലോട്ട് വരും. പിന്നെയും പറയില്ല ഞാൻ വിട്ടു, ഞാൻ ഇനി പഠിപ്പിക്കാൻ പോകുന്നു. എനിക്കിപ്പോ നെറ്റൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിപ്പിക്കാൻ പോകുന്നു. അപ്പത്തേക്ക് വീണ്ടും ഈ കലയായിട്ട് മീൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഉള്ള ചാൻസ് ആയിട്ട്. അപ്പൊ ഞാൻ പറയും ഇത് എപ്പ പോകുമ്പോഴും ഇത് എങ്ങനെയൊക്കെയോ എന്നെ തിരിച്ച് ഇതിലോട്ട് തന്നെ കൊണ്ട് ഇടുന്ന ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അത് രണ്ടും പറഞ്ഞില്ല. പിന്നെ നിങ്ങളുടെ രണ്ടുപേരും ഇനി വരാനിരിക്കുന്ന സിനിമയിലാണെങ്കിലും നാടകത്തിലാണെങ്കിലും ബാക്കിയൊക്കെ പ്രോജക്റ്റുകൾ പറ്റിയിട്ട് ഇവിടെ എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ? എന്റേത് ഇനിയിപ്പോ ഉള്ളത് ഷൂട്ട് തുടങ്ങാനുള്ള ബിജു മേനോൻ ചേട്ടൻ ലിസ്റ്റ് സ്റ്റീഫൻ പ്രൊഡക്ഷനിൽ വരുന്നൊരു പടമാണ്. ഈ അവറാച്ചൻ. അതന്നെ അവറാച്ചൻ. പിന്നെ എന്റെ കുറച്ച് ഇറങ്ങാനുണ്ട്. ഇപ്പൊ എന്താ പറയാ മരണമാസ്, പടക്കളം. അതിൽ വേറെയൊരു ലുക്കാണ്. വേണ്ടിട്ടല്ലേ മറ്റേ ബേസിൽ സാർ തൊപ്പിയൊക്കെ എല്ലാരും സൂപ്പർ ലുക്കാ. അതല്ല, അത് മരണമാസിന്റെ പടക്കളം, അത് ബേസിൽ തന്നെ ഒരു അസിസ്റ്റന്റ് ഡയറക്റ്റ് ചെയ്യണ പടം. അപ്പൊ അതൊക്കെ കഴിഞ്ഞ പിന്നെ രത്തീനയുടെ ഒരു പടമുണ്ട് പാതിരാത്രി, സൗദിക്ക. അപ്പൊ അങ്ങനെ കുറച്ച് ഇറങ്ങാനുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു അടുത്ത പടം അത് എനിക്ക് പറയാൻ പാടണമെന്ന് ഇപ്പോഴും പറഞ്ഞോളൂ, അതൊന്നും ഞാൻ മിണ്ടാണ്ടില്ല. ഓക്കെ. അപ്പോൾ സുലുവിനോടും അസ്മയോടൊക്കെ സംസാരിച്ചതിന് ഒരുപാട് സന്തോഷം. നിങ്ങൾ രണ്ടുപേരുടെയും കുറേ വർക്ക്സ് ഇനിയും കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും സമയം സംസാരിച്ചതിന്. താങ്ക് യു.